യുദ്ധത്തിന്റെ ഇരകളെന്നും സ്ത്രീകളും കുട്ടികളുമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തിയ അധിനിവേശത്തിൽ നിരവധി ജീവനുകളാണ് ഇന്ത്യയിൽ പൊലിഞ്ഞത്. പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. തിരിച്ചടിയിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ തരിപ്പണമാക്കിയപ്പോൾ തിരിച്ചടിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെയെല്ലാം മുച്ചൂടും തകർക്കാൻ നമുക്കായി. പാകിസ്ഥാനോടല്ല, ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ പ്രതിഷേധമെന്ന നമ്മുടെ മാന്യതയൊന്നും പാകിസ്ഥാൻ പോലൊരു രാജ്യത്തോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം നിലപാടില്ലാത്തൊരു രാജ്യത്തോട് എന്തു കാര്യം? പാകിസ്ഥാന്റെ തിരിച്ചടിയിൽ ഇന്ത്യക്ക് നഷ്ടമായത് കണക്കിൽ ചെറുതെങ്കിലും ഇന്ത്യക്ക് ഓരോ പൗരനും വലുതു തന്നെയാണ്. അതിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുമ്പോഴാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്തത്. 12 വർഷക്കാലം അവർ ഒരുമിച്ചു കളിച്ചു വളർന്നു. സോയയും സെയിനും രൂപത്തിലും പരസ്പര സ്നേഹത്തിലുമെല്ലാം ഒരുപോലെയുള്ള കുട്ടികൾ. പാകിസ്ഥാനിൽ നിന്ന് നിയന്ത്രണ രേഖ കടന്നെത്തിയ ഒരു ഷെൽ അവരുടെ വാടക വീടിന് സമീപം പതിച്ചതോടെ ഈ കുഞ്ഞുങ്ങൾ ഇവിടേക്ക് വന്നതുപോലെ തന്നെ ഒന്നിച്ച് മടങ്ങുകയും ചെയ്തു. വിറങ്ങിലിച്ചിരിക്കുന്ന അവരുടെ അമ്മ ആരുഷ ഖാൻ ഇപ്പോഴും കരുതിയിരിക്കുന്നത് കുട്ടികൾ വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അവർ തനിക്കരികിലേക്ക് എത്തുമെന്നും കരുതിയിരിക്കുകയാണ് അവർ. അവളുടെ ജീവിതം ഇനി പഴയതുപോലെ ആവില്ല എന്ന് പറയാൻ ചുറ്റുമുള്ള ആർക്കും ധൈര്യം പോരാ. തന്റെ പൊന്നോമന കുഞ്ഞുങ്ങളെ മാത്രമല്ല, പാകിസ്ഥാന്റെ ഈ നിഷ്ഠൂര ചെയ്തിയിലൂടെ അവൾക്ക് നഷ്ടമായത് അവരുടെ ഭർത്താവ് റമീസ് ഖാനും ജീവന് വേണ്ടി പൊരുതുകയാണ്. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിനുമായാണ് തൊഴിൽ പരിശീലകയായ ആരുഷയും അധ്യാപകനായ ഭർത്താവ് റമീസും തങ്ങളുടെ ഗ്രാമമായ കലാനി ചക്രുവിൽ നിന്ന് പൂഞ്ചിലേക്ക് താമസം മാറ്റിയത്. ഈ മാറ്റം തങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറ്റിമറിക്കുമെന്ന് അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. ബുധനാഴ്ച രാവിലെ 7:30 പാക് സേന വർഷിച്ച ഷെല്ലുകളിൽ ഒന്ന് പൂഞ്ചിലെ ക്രൈസ്റ്റ് സ്കൂളിന് സമീപമാണ് പതിച്ചതെന്ന് റമീസ് റൌജറി സർക്കാർ മെഡിക്കൽ കോളേജിൽ കൂട്ടിരിക്കുന്ന ബന്ധു അദിൽ പത്താൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തൊട്ടടുത്ത് താമസിക്കുന്ന ഖാന്റെ കുടുംബത്തെയും ഈ ഷെൽ ബാധിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സോയിയും സെയിനും മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ റമീസ് ഇപ്പോൾ ചികിത്സയിലാണ്. ആരുഷിക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ആദ്യം പൂഞ്ചിലെ ജില്ലാ ആശുപത്രി എത്തിച്ച റമീസിനെ പിന്നീട് മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അപൂർവ രക്തഗ്രൂപ്പായ ബി നെഗറ്റീവ് ആണ് റമീസിന്റേത്. അതുകൊണ്ട് തന്നെ രക്തം ആവശ്യമാണ് എന്ന് കാണിച്ച സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് വന്നതോടെ നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഇരട്ട കുഞ്ഞുങ്ങളുടെ മരണം പ്രദേശത്തെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അവിടെയും തീരുന്നില്ല സാധാരണക്കാരോടുള്ള പാക് ക്രൂരത. കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു അധ്യാപകൻ, ഏക മകനെ ആ അധ്യാപകന് നഷ്ടമായതോടെ തകർന്നു പോയിരിക്കുകയാണ് ആ ജീവിതം. ബുധനാഴ്ച പൂഞ്ചിൽ നടന്ന പാക് ഷെല്ലാക്രമണത്തിലാണ് സഞ്ജീവ് കുമാറിന് തന്റെ ഏക മകനെ നഷ്ടമായത്. നിയന്ത്രണ രേഖയിൽ ഷെല്ലാക്രമണം കനത്തതോടെ പൂഞ്ച് നഗരം വിട്ട് പലായനം ചെയ്ത നിരവധി കുടുംബങ്ങളിൽപ്പെട്ട ഒരാളാണ് സഞ്ജീവ് കുമാർ എന്ന് അറിയപ്പെടുന്ന സഞ്ജീവ് കുമാർ ഭാർഗവ്. എന്നാൽ ജമ്മുവിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രക്കിടെ ഒരു ഷെല്ല് അവരുടെ വാഹനത്തിൽ പതിച്ചതോടെയാണ് ജീവിതം താറുമാറായത്. 11-കാരനായ മകൻ വിഹാന്റെ സമീപത്തായിരുന്നു ഷെൽ പതിച്ചത്. വലിയ ഒച്ച കേട്ട് നോക്കുമ്പോൾ മകൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാനായില്ല. വിഹാന്റെ വലതുവശത്ത് അവന്റെ അമ്മയും ഇടതുവശത്ത് അച്ഛന്റെ സഹോദരിയും അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. വിഹാൻ മരണത്തിന് കീഴടങ്ങി. ബാക്കിയുള്ളവരെല്ലാം സുരക്ഷിതരായി ഇപ്പോഴുണ്ട്. ജീവൻ രക്ഷിക്കാനുള്ള ഒരു കുടുംബത്തിന്റെ പലായനം ഇങ്ങനെ ദുരന്തത്തിൽ പര്യവസാനിച്ചു. ഈ സംഭവത്തിന് ശേഷം എന്തും വരട്ടെ എന്ന് കരുതി ആ കുടുംബം സ്വന്തം വീട്ടിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. പൂഞ്ചിലെ സർക്കാർ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏക മകന്റെ വിയോഗം ആ കുടുംബത്തെ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ഏക പ്രതീക്ഷയായിരുന്നു അവനെന്നും ആ പിതാവ് ഗദ്ഗതത്തോടെയാണ് പറയുന്നത്. തന്റെ വിദ്യാർത്ഥികളെല്ലാം തനിക്ക് മക്കളെ പോലെയാണ്. എന്നാൽ എന്റെ ഭാര്യയ്ക്ക് ഇവൻ മാത്രമാണ് കുഞ്ഞായി ഉണ്ടായിരുന്നത്. അവനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. എന്റെ വീട് ശൂന്യമായിരിക്കുന്നു. മോനെ എന്ന് വിളിക്കാൻ ആരുമില്ലാതായിരിക്കുന്നു. എന്റെ കുട്ടികളിൽ ഞാൻ അവനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ എന്റെ ഭാര്യ ഒറ്റപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണക്കാരായ നിരാലംബരായ ആളുകൾക്ക് നേരെയാണ് പാകിസ്ഥാൻ നരനായാട്ട് അഴിച്ചുവിട്ടത്. ഒക്കേത്തിനും കനത്ത രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടിയും നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കനത്ത പ്രഹരമാണ് ഇന്ത്യ സമ്മാനമായി നൽകിയത്. ഇന്ത്യൻ ആവനാഴിയിലെ ചെറിയ അമ്പുകൾ കണ്ടപ്പോൾ തന്നെ പേടിച്ചു വിറച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സേന. ശരിക്കൊന്ന് ഒരുങ്ങിയിറങ്ങിയാൽ നിമിഷങ്ങൾ മാത്രം മതിയാകും പാക് എന്ന രാജ്യം ഓർമ്മയായി മാറാനെന്ന തിരിച്ചറിവിൽ അന്താളിച്ചു നിൽക്കുകയാണ് ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന ആ രാജ്യം.